എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സുധാകരൻ മാഷ് പ്രിൻസിപ്പലുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാര്യം മാത്രം നോക്കി ഇതിലൊന്നും ഇടപെടാതെ നടന്നിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. പക്ഷേ ഇത്തിരി സഹജീവി സ്നേഹം മനുഷ്യത്വമുള്ള ആരായാലും തന്നെ അങ്ങനെയൊക്കെ തന്നെ പ്രതികരിച്ചു പോകുമെന്ന് മാഷ്. ഇത് കേൾക്കുന്ന പ്രിൻസിപ്പൽ മറുപടിയായി, സജീവമായിട്ടുള്ള പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. പലപ്പോഴും ഞങ്ങൾ അയാളെ ഓൺ ചെയ്താണ്, ഒരു പ്രാവശ്യം സസ്പെൻഡും ചെയ്തു. പക്ഷേ എനിക്ക് മുകളിലും ആളുകളുണ്ടല്ലോ. പലതരത്തിലുള്ള സമ്മർദ്ദം കാരണം ആ സസ്പെൻഷൻ പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷവും വിക്രം പല പ്രശ്നത്തിലും ചെന്നുപെട്ടല്ലോ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന മാഷ്, അതിലെല്ലാത്തിലും അവർ അവനെ പെടുത്തിയതാണ്. മറുപടിയായി പ്രിൻസിപ്പൽ, മക്കളാരും തെറ്റ് ചെയ്യില്ലെന്നാണ് എല്ലാ മാതാപിതാക്കളും വിശ്വസിക്കുന്നത്. എന്നാൽ മാഷ് പറയുന്നു, ഞാൻ അങ്ങനല്ല സാർ. അഥവാ മക്കൾ തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെ ഞാൻ പറയൂ. പക്ഷേ അങ്ങനെ ശിക്ഷ വിധിക്കേണ്ടത് പോലീസും കോടതിയും ഒക്കെയാണ്. ജയിലിൽ തടവിൽ കഴിയുന്നവർ പോലും ഉന്നത ബിരുദത്തിനുള്ള പരീക്ഷകൾ വരെ എഴുതാറുണ്ടല്ലോ. മാത്രമല്ല വിക്രമിനെതിരെ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു കേസും തന്നെ നിലവിലില്ല. എന്നാൽ പ്രിൻസിപ്പൽ ഒരു മയക്കുമരുന്ന് കേസിൽ പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ കോടതി സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിരുന്നു. മാത്രമല്ല അവൻ പറയുന്നത് അവനെ ചതിച്ചതാണെന്നാണ്. കേസ് നടത്തി തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുമെന്നുള്ള വാശിയിലാണവൻ. ഇതെല്ലാം കേട്ടതിന് ശേഷം പ്രിൻസിപ്പൽ, മാഷേ, നിങ്ങളുടെ മകൻ വളരെ മികച്ചൊരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അവനെ പരീക്ഷ എഴുതിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല. എന്നാൽ മാഷ് മറുപടിയായി, അവനങ്ങനെ പരീക്ഷ എഴുതാനോ മറ്റോ ഈ കോളേജിൽ കടന്നു വന്നാൽ ഈ ക്യാമ്പസിൽ തന്നെ കാലുകുത്തിക്കില്ലെന്നാണല്ലോ ഒരു കൂട്ടർ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്ത് വിശ്വസിച്ച് ഞാൻ അവനെ ഇങ്ങോട്ട് അയക്കുമെന്ന് മാഷ് പ്രിൻസിപ്പളിനോടായി ചോദിക്കുന്നു. അതേ കൂട്ടർ തന്നെയാണ് വിക്രമിനെ കേസിൽപ്പെടുത്തിയതും. അവർ ഇന്നും കഞ്ചാവുമായി ക്യാമ്പസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ ക്യാമ്പസിൽ തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ എന്ന് മാഷ് പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നു. പ്രിൻസിപ്പലിൻ്റെ അനുവാദത്തിന് വേണ്ടി മാത്രമാണ് പുറത്ത് പോലീസ് ജീപ്പ് കാത്തു നിൽക്കുന്നത്. സാർ അനുവാദം തന്നാൽ ഉടനെ തന്നെ പോലീസ് അകത്ത് കയറി ഈ കഞ്ചാവും മയക്കുമരുന്നും മറ്റുമായിരിക്കുന്ന കുട്ടികളെ അവർ പിടിക്കും. അങ്ങനെ പ്രിൻസിപ്പലിൻ്റെ അനുമതിയോടുകൂടി തന്നെ പോലീസ് ക്യാമ്പസിൽ പ്രവേശിക്കുന്നു. അവർ നേരെ ചെന്നത് സജീവിൻ്റെ ഗ്യാങ്ങിൻ്റെ അടുത്തേക്കാണ്. അവരെല്ലാം ചേർന്ന് വട്ടം കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സജീവിനോട് പോലീസ് ജീപ്പിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിലൊരു പോലീസുകാരനെ തള്ളി മറിച്ച് താഴെയിടുകയാണ് ചെയ്തത്. ഇതിൽ ദേഷ്യം വന്ന പോലീസുകാർ അവനെ അടിക്കുകയുമുണ്ടായി. അവൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. ഇത് കണ്ടെത്തിയ ശേഷം പോലീസ് സജീവിനോടായി, ക്യാമ്പസിലാണോടാ നിന്റെ പൊടിക്കച്ചവടം? അങ്ങനെ സജീവിനെയും അവൻ്റെ കൂട്ടാളികളെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വേദ, അപ്പോൾ അതിനുശേഷം എല്ലാം കലകി തെളിഞ്ഞില്ലേ? അങ്ങനെയാണ് ഞങ്ങൾ വിചാരിച്ചതെന്ന് ശ്രീചേട്ടത്തി. അതിനുശേഷം പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് വേദ ചോദിക്കുമ്പോൾ ഉണ്ടെന്നും അതായിരുന്നു വിക്രം ജയിലിൽ പോകാനുള്ള കാരണമെന്ന് ശ്രീചേട്ടത്തി പറയുന്നു. അത് എന്തായിരുന്നു കാരണമെന്ന് വേദ ഇപ്പോൾ ചോദിക്കുന്നു. ഒരു കാലത്തും അച്ഛനെ വിക്രമിനോട് പൊറുക്കാൻ പറ്റാത്ത വിധം എന്ത് വലിയ തെറ്റാണ് വിക്രം ചെയ്തത്. ഇത് കേൾക്കുന്ന ശ്രീചേട്ടത്തി, അതിൽ അച്ഛനെയും തെറ്റു പറയാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം അച്ഛൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഇരുണ്ട ദിവസമായിരുന്നു. ജീവിതത്തിൽ ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് വിക്രം അച്ഛനോട് ചെയ്തത്. എന്നുവെച്ചാൽ വിക്രം അത് ചെയ്തു എന്നാണോ? എനിക്കും അമ്മയ്ക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല വിക്രം അങ്ങനെ ചെയ്തു എന്ന്. പക്ഷേ സാഹചര്യങ്ങളെല്ലാം വിക്രത്തിന് അനുകൂലമായിരുന്നില്ല. അവനാകട്ടെ അതൊരിക്കലും നിഷേധിച്ചുമില്ല. എന്തായിരുന്നു സംഭവം എന്ന് വേദ ചോദിക്കുമ്പോൾ അന്ന് അച്ഛൻ റിട്ടയർ ചെയ്യുന്ന ദിവസമായിരുന്നു. വേദയ്ക്ക് അറിയാമല്ലോ, അച്ഛൻ അധ്യാപകൻ എന്ന നിലയിൽ വലിയ അഭിമാനമൊക്കെയുള്ള ആളാണ്. പ്രസിഡന്റിൻ്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് വരെ കിട്ടിയ ആളാണ്. ആ ബഹുമതിയുടെ മുകളിലാണ് അങ്ങനൊരു കളങ്കം പറ്റിയത്. അതിന് കാരണക്കാരൻ വിക്രമും. അങ്ങനെ അന്നേ ദിവസം മാഷിൻ്റെ യാത്രയയപ്പ് സമ്മേളനം നടക്കുകയായിരുന്നു. അവിടെ വിക്രമും കമലയും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ അധ്യക്ഷൻ്റെ വക പ്രസംഗം കഴിഞ്ഞ ശേഷം അവർ മാഷിനോട് 2 വാക്ക് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. മാഷാകട്ടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം തന്നെ ആ പ്രസംഗത്തിലൂടെ നൽകുകയും ചെയ്തു. അങ്ങനെ മാഷിൻ്റെ പ്രസംഗം നടന്നുകൊണ്ടിരുന്ന വേളയിൽ തന്നെ ആ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് പോലീസ് ജീപ്പ് വന്നെത്തുകയാണ്. അങ്ങനെ മാഷ് തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാനിരിക്കെ കോമ്പൗണ്ടിൽ വന്ന പോലീസ് അതാ വേദിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു. വേദിയിൽ കയറിയ പോലീസ് പെട്ടെന്ന് തന്നെ സംഘാടകരോട് എന്തോ ചെന്ന് പറയുന്നു. തൻ്റെ പ്രസംഗം കഴിഞ്ഞ ശേഷം സീറ്റിൽ വന്നിരുന്ന മാഷ് അവരോടായി ചോദിക്കുന്നു, എന്താ പ്രശ്നം? പോലീസ് മാഷിനെ അന്വേഷിച്ചു വന്നതാണെന്ന് അതിലൊരാൾ പറയുന്നു. എന്നെ അന്വേഷിച്ചോ? എന്തിന് എന്ന് പറയുമ്പോൾ പോലീസ്, നമുക്ക് സ്റ്റാഫ് റൂമിൽ ചെന്ന് സംസാരിക്കാം, ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മാഷ് പറയുമ്പോൾ, അത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ, അതും SP ഓഫീസിൽ നിന്ന്.
നമുക്ക് സ്റ്റാഫ് റൂമിൽ മാഷിരിക്കുന്ന സ്ഥലം വരെ പോയി ഒന്ന് നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് മാഷ് ആവർത്തിച്ച് പറയുമ്പോൾ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കാദ്യം അവിടെ ചെന്ന് പരിശോധിക്കാം, ശേഷം എന്തെങ്കിലും സംസാരിക്കാം. അങ്ങനെ മാഷിനെ പോലീസ് അകമ്പടിയോട് തന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് മാഷ് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്നുമുണ്ട്. അങ്ങനെ ആ ഹാളിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയം കമലയും വിക്രമും അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് വിവരം തിരക്കുന്നു. അത് മാഷ് എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അത് കണ്ടെത്താനായിട്ടാണ് പോലീസ് വന്നിരിക്കുന്നത്. അങ്ങനെ സ്റ്റാഫ് റൂമിലെത്തിയ പോലീസ് മാഷിനോടായി ചോദിക്കുന്നു, ഈ ഇരിക്കുന്നതിൽ ഏതാണ് മാഷിൻ്റെ ബാഗ്? സുധാകരൻ മാഷാകട്ടെ സ്വന്തം ബാഗ് അവർക്ക് നേരെ നീട്ടുന്നു. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം അവർ മാഷിൻ്റെ ബാഗിൽ നിന്ന് ലഹരി കണ്ടെത്തുന്നു. അത് കണ്ടെത്തിയ ശേഷം പോലീസ് മാഷിനോട്, ഇതെന്താ മാഷേ? എനിക്കറിയില്ലെന്ന് മാഷ് പറയുമ്പോൾ, ഇതാണ് ഹെറോയിൻ. ഇതെങ്ങനെയാണ് മാഷിൻ്റെ ബാഗിൽ വന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ, സത്യമായിട്ടും എനിക്കറിയില്ലെന്ന് മാഷ് പറയുന്നു. മാഷ് എന്തായാലും ഇതിനുത്തരം പറഞ്ഞേ മതിയാവൂ, കാരണം SP വരെ നേരിട്ടിടപെട്ട കേസാണ്. അതുകൊണ്ട് മാഷ് ഞങ്ങളുടെ കൂടെ വന്നേ മതിയാകൂ. അഥവാ തൊണ്ടി കണ്ടെത്തുകയാണെങ്കിൽ തന്നെ മാഷിനെ വിലങ്ങണിയിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാവൂ എന്ന് SP പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം കണക്കിലെടുത്ത് മാഷിന് അതുകൂടി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് മാഷ് ഞങ്ങളുടെ കൂടെ മര്യാദയ്ക്ക് വരിക. അമലയാകട്ടെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കരഞ്ഞുകൊണ്ട് വന്ന് ജീവിതത്തിൽ യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്ത മനുഷ്യനാണ്, ഇതാരോ ചതിച്ചതാണ്. മറുപടിയായി പോലീസ്, ഞങ്ങളുടെ വഴി തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും, നിങ്ങൾ എന്തായാലും അവിടോട്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന വിക്രം പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അച്ഛനെ വിട്ടേക്ക്, ഇതെല്ലാം എൻ്റെയാണെന്ന് വിക്രം കുറ്റം സ്വയം ഏൽക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.